ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡീംഡ് ഇൻകം, അതേപോലെ തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. അപ്പോൾ അതിൽ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടോ മൂന്നോ പ്രോബ്ലംസൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ഇല്ലസ്ട്രേഷൻ വായിക്കാം. ഇതിൻ്റെ PDF ഞാൻ ഗ്രൂപ്പിലിടാം. ഓക്കെ, അതിൽ ഒരു എക്സാമ്പിൾ നോക്കുക. മിസ്റ്റർ അനാൻ transferred 9% 1000 debentures of rupees 100 each to his wife on 1/4/2018. Interest due on debenture 31st December 2019. Who is liable to pay tax? ഓക്കെ, അനാൻ പറഞ്ഞൊരു വ്യക്തി 9% ഡിബഞ്ചേഴ്സ് 100 രൂപ വിലയുള്ളത് അയാളുടെ വൈഫിൻ്റെ പേരിലേക്ക് 2018 ഏപ്രിൽ 1 ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അതിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത്, ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് 31st മാർച്ച് 2019, നെക്സ്റ്റ് ഇയർ ആണ് അത് ഡ്യൂ ആവുന്നത്. ഓക്കെ, ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ്? ഇതിൽ വൈഫിൻ്റെ പേരിലേക്ക് ആ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഹസ്ബൻഡ്. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും അതിൻ്റെ ഒരു ഡിബഞ്ചറിൻ്റെ വാല്യൂ എത്രയെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആരാണ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആവുന്നത്? ആരാണ് ഹൂ ഈസ് ലയബിൾ ടു പേ ടാക്സ് എന്നാണ് പറയുന്നത്, വെദർ ഹസ്ബൻഡ് ഓർ വൈഫ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ഓക്കെ, ഇഫ് അനാൻ ട്രാൻസ്ഫേർഡ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഓർ വിത്തൗട്ട് ആൻ അഗ്രിമെൻറ്റ് ടു ലിവ് അപ്പാർട്ട്, മിസ്റ്റർ അനാൻ ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ ഇൻട്രസ്റ്റ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് റിസീവ്ഡ് ബൈ ഹിസ് വൈഫ്. അപ്പോൾ നോക്കൂ, ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഇത് പേയബിൾ ആവുന്നത്? തീർച്ചയായും ട്രാൻസ്ഫർ ചെയ്ത വ്യക്തി തന്നെയായിരിക്കും അതിൻ്റെ ഇൻട്രസ്റ്റിന് ടാക്സ് പേയബിളായിട്ട് വരിക. വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ പറഞ്ഞാൽ മതിയായ തുക കൈപ്പറ്റാതെ ചെറിയൊരു എമൗണ്ടിന് മാത്രമായി വൈഫിൻ്റെ പേരിലേക്ക് ആ പർട്ടിക്കുലർ ഡിബഞ്ചർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ ട്രാൻസ്ഫർ ചെയ്തത് അയാൾ തന്നെയാണ് ആ ഡിബഞ്ചറിൻ്റെ ടാക്സ് പേ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ പറയാം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുമാർ ഫർണിഷ് യു ദ ഫോളോയിങ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2019-20. കമ്പ്യൂട്ട് GTI, അതായത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്, ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുമാർ. മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുമാറിൻ്റെ കുറച്ച് ഇൻകംസ് തന്നിട്ടുണ്ട്. അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്പ്യൂട്ടേഷൻ ഓഫ് സം ഓഫ് ടോട്ടൽ ഇൻകം ഡിറൈവ്ഡ് ഫ്രം ദ 5 heads ഓഫ് മേജർ ഇൻകം അല്ലേ. 5 മേജർ ഹെഡ്സിൽ നിന്ന് ഉണ്ടായ ടോട്ടൽ ഇൻകത്തിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് GTI ആണ് കാൽക്കുലേറ്റ്, ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാലറി ഓഫ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് കുമാർ ഈസ്, അവർക്ക് സാലറി ഇൻകം പറയുന്നത് 5,12,000. ബിസിനസ് ഇൻകം ഓഫ് മിസ്റ്റർ കുമാർ. ഓക്കെ, ആദ്യത്തെ സാലറി ഓഫ് മിസ്സിസ് കുമാറാണ് പറയുന്നത് കേട്ടോ, രണ്ടാളുടെ അല്ല, ഒരാളുടെ സാലറി. മിസ്സിസ് കുമാറിൻ്റെ വൈഫിൻ്റെ സാലറി 5,12,000, 5,12,000. മിസ്റ്റർ കുമാറിൻ്റെ ബിസിനസ് ഇൻകം പറയുന്നുണ്ട് 4,96,000 രണ്ടാമത്. ദെൻ മൂന്നാമത് പറയുന്നു ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് എൽഡർ മൈനർ സൺ. ഓക്കെ, മൂത്ത മൈനർ സൺ, അതായത് 18 വയസ്സ് തികയാത്ത മകൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഇൻകം എത്രയാണ്? 8,000 rupees പറയുന്നുണ്ട്. ഇൻകം ഓഫ് യങ്ങർ മൈനർ സൺ ഫ്രം പെയിൻറ്റിങ്, അതായത് ചെറിയ കുട്ടി, രണ്ടാമത്തെ മോൻ പെയിൻറ്റിങ് ചെയ്ത് കിട്ടിയ ഇൻകം 12,000 എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇൻകം ഓഫ് മൈനർ ഡോട്ടർ ഫ്രം ഡാൻസ്, അതായത് ഡാൻസ് ചെയ്തിട്ട് മൈനർ ഡോട്ടർ, അപ്പോൾ 3 മക്കളുണ്ട് അല്ലേ. ആ മൈനർ ഡോട്ടർക്ക് കിട്ടിയ എമൗണ്ട് 20,000 ആണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഇൻകം, ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നതാണ്. സാലറി ആയിട്ട് മിസ്സിസിന് 5,12,000, ബിസിനസ് ഇൻകത്തിൽ നിന്ന് 4,96,000. മൂത്ത മകൻ മൈനർ ചൈൽഡാണ്, 3 കുട്ടികളും അല്ലേ. മൂത്ത മകനിൽ നിന്ന് 8,000 രൂപ കിട്ടിയിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്. രണ്ടാമത്തെ മോൻ പെയിൻറ്റിങ് ചെയ്തിട്ട് 12,000 കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ പെൺകുട്ടി ഡാൻസ് ചെയ്തിട്ട് മൈനർ ഡോട്ടർ തന്നെയാണ് 20,000 കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എനി ഐഡിയ? എന്ത് ചെയ്യണം? നമുക്ക് 5 ഹെഡ്സ് അറിയാമല്ലോ. ആ 5 ഹെഡ്സ് ആദ്യം പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതാം. ഓക്കെ, സാലറി ഇൻകം, അത് മിസ്റ്ററും മിസ്സിസും വേണച്ച 2 കോളം
നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. മിസ്റ്റർ കുമാറും മിസ്സിസ് കുമാറും പറഞ്ഞിട്ട് 2 കോളം ഇടുക. പർട്ടിക്കുലേഴ്സ് മിസ്റ്റർ കുമാറും മിസ്സിസ് കുമാറിൻ്റെയും ഇൻകംസ്. അപ്പോൾ സാലറി ഇൻകം ആരുടെ കോളത്തിലാണ് വരിക? മിസ്സിസ് കുമാറിന് എഴുതുക. 5,12,000 എഴുതുക. ഓക്കെ. ദെൻ ബിസിനസ് ഇൻകം ആർക്കാണ്? മിസ്റ്റർ കുമാറിനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ എഴുതുക 4,96,000. ഓക്കെ. ദെൻ ഇൻകം ഓഫ് എൽഡർ മൈനർ സൺ. ഇനി എന്ത് ചെയ്യണം? മൈനർ സണ്ണിൻ്റെ ഇൻകം എത്രയാണെന്ന് നോക്കാം. അത് ആരിലേൽ കാണിക്കണം? ഇവിടെ പറയുന്നുണ്ട് എൽഡർ സണ്ണിന് എത്രയാണ് ഇൻകം കിട്ടുന്നത്? എൽഡർ സണ്ണിന് 8,000 കിട്ടുന്നുണ്ട്. ഓക്കെ, 8,000 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇപ്പം 2 പേരുടെയും ഇൻകം ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ല. മിസ്റ്റർ കുമാറിൻ്റെയും മിസ്സിസ് കുമാറിൻ്റെയും ഡയറക്റ്റായിട്ട് എഴുതാം. പിന്നുള്ളത് 3 കുട്ടികൾ മൈനേഴ്സാണ്. അവരുടെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോബ്ലം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് നോക്കാം.